ഹലോ, ഹായ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് നമ്മുടെ യാത്രയുടെ വീഡിയോ ഒന്നുമല്ല, നമ്മളിന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ. ഇത് ഞങ്ങളുടെ സ്വന്തം പ്രിപ്പറേഷനാണ്. എത്രത്തോളം ആകുമെന്ന് അറിയത്തില്ല, എങ്കിലും നമ്മുടെ ഒരു ട്രൈ. അപ്പം നമുക്ക് ആക്ച്വൽ റെസിപ്പി ഒന്നുമല്ല, നമ്മൾ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ ഞങ്ങൾ ഉണ്ടാക്കുന്നുള്ള സാധനങ്ങളൊക്കെ വെച്ച് അത് തന്നെ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വാ. നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിന് ആദ്യം ചിക്കൻ നന്നായിട്ട് കഴുകി വെള്ളം മാറുന്നതിന് ശേഷം അതിനകത്ത് കോൺഫ്ലവർ ഇതിപ്പോൾ 1 കിലോ ചിക്കൻ ഉണ്ട്, അപ്പം ഒരു 3 മുതൽ 6 ടീസ്പൂൺ വരെ, നമുക്ക് ഇച്ചിരി ക്രിസ്പി ആവുന്ന ഇഷ്ടമാണെങ്കിൽ 6 ടീസ്പൂൺ വരെ, ടേബിൾ സ്പൂൺ വരെ ഇടാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ്, അടുത്തത് നമ്മൾ പെപ്പർ പൗഡറാണ് ഇടുന്നത്, 1 ടേബിൾ സ്പൂണ്. ഇനി ഇതെല്ലാം കൂടെ ചിക്കനിലേക്ക് നല്ലപോലെ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെച്ചേക്കണം. അതിനുശേഷം അത് നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അടുത്തത് ഉപ്പ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇട്ടാൽ പോരെ? ആവശ്യത്തിന് ഇട്ടാൽ മതി. ഇതിനൊരു അത് പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ഗ്രേവിയിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാമല്ലോ കൂടുതൽ. ഇനി ഫ്രൈഡ് റൈസിനുള്ള അരി വേവിക്കാൻ പോവുകയാണേ. ഇത് ഓൾറെഡി നമ്മൾ അരി കഴുകി വെള്ളമൊക്കെ വാർന്ന് വെച്ചിട്ടുണ്ട്. വെള്ളം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴത്തേക്കും അതിനകത്ത് ആവശ്യത്തിന് ഉപ്പിടുക. ഇവിടെ ഒരു 4 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. 4 ഗ്ലാസ് അരിക്ക് വെള്ളത്തിൻ്റെ കണക്ക് എങ്ങനെയാണ്? വെള്ളത്തിന് അങ്ങനെ കണക്കൊന്നുമില്ല. ഇത് സെപ്പറേറ്റ് വേവിച്ചിട്ട് എക്സ്ട്രാ ഉള്ള വെള്ളം ഞാനങ്ങ് വാർത്തെടുക്കുക ചെയ്യുന്നത് ആവശ്യത്തിന് വേവാകുമ്പോൾ. ഞാനിപ്പോൾ ഒരു പകുതി നാരങ്ങയുടെ നീരൊഴിക്കുന്നുണ്ട്. ഈ ഫ്രൈഡ് റൈസിൻ്റെ വെജിറ്റബിൾസൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാൻ പോവാണേ. ഉപ്പും കുരുമുളക് പൊടി ഇട്ടാണ് സോട്ട് ചെയ്യുന്നത്. നമ്മൾ പച്ചക്കറി സോട്ട് ചെയ്തു അതേ ചീനിച്ചട്ടിയിലേക്ക് തന്നെ ഞാനിപ്പോൾ ഒരു 4 മുട്ട ഇടുന്നുണ്ട്. അതിപ്പം നമുക്ക് ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് ഇടാം. ഒരുപാട് ഇടുന്ന ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഇടാം. ഇതിനകത്തേക്ക് തന്നെ വേണമെങ്കിൽ നമ്മൾ ചിക്കൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് വെച്ചിരിക്കുന്ന ചിക്കൻ ഇന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ശകലം ഷ്രെഡ് ചെയ്തതും കൂടെ നമുക്ക് ഫ്രൈഡ് റൈസിൽ ആഡ് ചെയ്യാം. കുറച്ച് കഴിയുമ്പോൾ അന്നേരം അത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആവും. ഇപ്പോൾ തൽക്കാലം ഞാൻ എഗ്ഗ് മാത്രമേ ഇടുന്നുള്ളൂ. ഇനിയിപ്പോൾ മുട്ട ആയതും പിന്നെ നേരത്തെ നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിരുന്ന പച്ചക്കറിയും കൂടെ ഒരുമിച്ച് ആ സെയിം പാനിലേക്ക് തന്നെ ഇടുവാണേ. ഇത് എൻ്റെ ഒരു മെത്തേഡാണ് കേട്ടോ. ഇത് ശരിക്കും ഇങ്ങനെയൊന്നും ആയിരിക്കുകയല്ല ചിലപ്പം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. ഇത് ഞങ്ങളിവിടെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട്
അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉള്ളപ്പം പെട്ടെന്ന് ചെയ്യുന്നതാണേ. പിന്നെ ഇനി ഇതിനകത്തേക്ക് ഞാൻ സോയ സോസ് ഒഴിക്കും. ഇനി ഒരു ശകലം കെച്ചപ്പ്, പിന്നെ കുറച്ച് ചില്ലി സോസും കൂടെ. ഇച്ചിരി ഡ്രൈ ആവണോ ഇതിനി? വേണ്ട, ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. എല്ലാം കൂടി ഇനി അരി കുക്കായി കഴിയുമ്പോഴത്തേക്കും ഇത് ആ അരി ഇതിൻ്റെ അകത്തിട്ട് ഇട്ട് മിക്സ് ചെയ്ത് എടുക്കണ്ടേ. ഇപ്പോൾ ഫ്രൈഡ് റൈസിന് നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മളുണ്ടാക്കിയ വെജിറ്റബിൾസിനകത്തോട്ട് വേവിച്ച ചോറിടുവാണേ. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഒന്ന് വറുത്തെടുക്കുവാണേ. നമ്മൾ ചിക്കൻ വറുത്ത അതേ എണ്ണയിൽ തന്നെ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കൂടെ അരിഞ്ഞിടുവാണേ. ഇത് മറ്റേ ഫ്രൈഡ് റൈസിനുള്ള ചില്ലി ചിക്കനുള്ള. അതൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും അതിനകത്ത് തന്നെ നേരത്തെ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കും പിന്നെ ഉള്ളിയും കൂടെ സ്ക്വയറായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യുവാണേ. ഇല്ല, ഇതിനൊക്കെ ചെറിയ വേവല്ലേ ഉള്ളൂ, അതൊക്കെ പെട്ടെന്ന് വാടിക്കോളും. 2 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിക്കുവാണേ. അതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ടൊമാറ്റോ സോസ്. ഞാനിവിടെ സ്വീറ്റ് ചില്ലി എടുക്കുന്നത്, പക്ഷേ ആക്ച്വൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇതൊന്ന് സോട്ടായി അതിനകത്തോട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുവാണ്. ഇനി ഇത് വെള്ളത്തിൽ കിടന്നൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കുമാണ് ബാക്കി ചെയ്യേണ്ടത്. ഉപ്പ് നോക്കിയിട്ട്, ഞാൻ നേരത്തെ കുറച്ച് ഇട്ടായിരുന്നു, ഉപ്പ് കുറവാണ്, അപ്പോൾ ഉപ്പും കൂടെ നോക്കിയിട്ട് ഇടണം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ഇടുവാണേ. ശകലം കുരുമുളക് പൊടി ഇടുവാണേ. ഒരു 3/4 ഗ്ലാസ് വെള്ളത്തിനകത്ത് ഒരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കിയതാണ്. അതും കൂടി ഇനി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ലാസ്റ്റായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇട്ടായിരുന്നേ. ഇനി ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട്. അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും റെഡിയായി. ഞാനതൊന്ന് കഴിച്ചു നോക്കട്ടെ. എങ്ങനെയുണ്ട്? നല്ലതാണോ? നല്ല കേട്ടോ. അതിൻ്റെ ഇത് ചില്ലി ചിക്കൻ ആ ഫ്ലേവറൊക്കെ നല്ല കറക്റ്റായിട്ടുണ്ട്. അതുപോലെ ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ടേസ്റ്റ് നോക്കി. അല്ലേ, നന്നായിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.